ദൈവജനത്തെ ശ്രദ്ധിക്കുക. മറ്റുള്ളവരുമായി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുകയാണ്, ശാന്തി ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരെക്കുറിച്ച് ശ്രദ്ധിക്കാതെ, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ, മറ്റുള്ളവരുമായി ഇടപഴകാതെ സ്വസ്ഥമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതായ പരുന്ത് എന്തു ചെയ്യുമെന്നറിയാമോ? തൻ്റെ കൂട് ആരും കാണാത്ത വിധത്തിൽ, അതും ആരെയും കാണാത്ത രീതിയിൽ ഉയരമുള്ള സ്ഥലത്ത്, സ്വസ്ഥതയുള്ളതായ ഒരു സ്ഥലത്തത് പണിയാനിടയാകും. ഫലമായിട്ട് സമാധാനത്തോടെ ആയിരിക്കുന്നു, അത്ഭുതകരമായ ശാന്തത അത് അനുഭവിക്കുന്നു. ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളും അത്ഭുതകരമായൊരു കുടുംബജീവിതത്തെ നയിക്കുവാനിടയാകണം. സന്തോഷത്തോടെയും സമാധാനത്തോടെയും നീ ജീവിക്കണം. ജഡത്തിൻ്റെ മോഹങ്ങൾ കാരണമായിട്ടോ, ഈ ഭൂമിയിലുള്ള ആളുകളുടെ തന്ത്രങ്ങൾ കൊണ്ടോ, അവരുടെ ചിന്തകളുടെ സ്വാധീനം മൂലമോ നിന്റെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നഷ്ടമാകുന്നത് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ദൈവം ആശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നീ നിന്റെ കുടുംബത്തെ സ്വസ്ഥമായിട്ട് പണിയണം എന്നാണ്. ആവർത്തന പുസ്തകത്തിൽ മറ്റൊരു വിഷയം എഴുതിയിരിക്കുന്നു. നമുക്കത് വായിക്കാം. 32-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുകയാണ്. ആവർത്തന പുസ്തകം 32-ന്റെ 11-ാം വാക്യം. കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നതുപോലെ താൻ ചിറക് വിരിച്ചു അവനെ എടുത്തു, തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. യഹോവ തനിയെ അവനെ നടത്തി. ദൈവം തന്നെ ഒരു കഴുകനുമായി താരതമ്യം ചെയ്തിരിക്കുന്നു. ദൈവജനത ശ്രദ്ധിക്കുക. ഈ കഴുകൻ തന്നോടൊപ്പം ചേരുവാനായിട്ട് ഇണപ്പക്ഷി പിന്തുടരുമ്പോൾ അത് വന്നിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ, ഓക്കെ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ അത് പോകില്ല, അതിനെ പരിശോധിക്കും. യഥാർത്ഥമായിട്ടും ഈ ആൺപക്ഷിക്ക് ഉത്തരവാദിത്തമുള്ളതാണോ? വാസ്തവത്തിൽ ഈ ആൺപക്ഷിക്ക് കുടുംബത്തെക്കുറിച്ചുള്ള ഉത്തരവാദിത്തങ്ങളുണ്ടോ? യഥാർത്ഥത്തിൽ ഈ ആൺപക്ഷിക്ക് നാളെ ഒരു ദിവസം തൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുവാനുള്ളതായ മനസ്സ് ഉള്ളതാണോ? ഇങ്ങനെ പരീക്ഷിക്കും. എങ്ങനെ പരീക്ഷിക്കുമെന്നറിയാമോ? ഈ പെൺപക്ഷിയുടെ പിന്നാലെ ആൺപക്ഷി പോകുമ്പോൾ ഈ പെൺപക്ഷി ഒരു ഉണങ്ങിയതായ ചെറിയ ഒരു മരച്ചില്ല കൊത്തിയെടുത്തിരിക്കും. ചെറിയ ഒരു മരച്ചില്ല കൊത്തിയെടുത്തുകൊണ്ട് അത് ഉയരമുള്ള ആകാശത്തിലേക്ക് പറക്കുവാൻ ഇടയാകും. ആൺപക്ഷിയും അതിൻ്റെ പിന്നാലെ പറന്നുയരുന്ന സമയത്ത് ആ ചെറിയ മരച്ചില്ല അത് താഴേക്കിട്ട് കളയും. പെട്ടെന്ന് ആ മരച്ചില്ല വിടുമ്പോൾ അത് തറയിലേക്ക് വീഴുന്നതിന് മുൻപ് തന്നെ ഈ ആൺപക്ഷി പറന്നു ചെന്ന് ആ മരച്ചില്ല കൊത്തിയെടുക്കണം. ഒരുപക്ഷെ പല പ്രാവശ്യം ഈ മരച്ചില്ല താഴെയിട്ടാലും അത്രയും പ്രാവശ്യവും ഈ ആൺപക്ഷി ചെന്ന് ആ മരച്ചില്ല കൊത്തിയെടുക്കണം. ഒരുപക്ഷെ മരച്ചില്ല കൊത്തിയെടുക്കാതെ വിട്ടുകളയുകയാണെങ്കിൽ ആ പെൺപക്ഷി ആൺപക്ഷിയെ തൻ്റെ ഇണയായിട്ട് കൂട്ടുകയില്ല. ഇതെന്തൊരു പരീക്ഷണമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? അതിൻ്റെ പിന്നിൽ അത്ഭുതകരമായൊരു പാഠമുണ്ട്. ആ പെൺപക്ഷി ഉയരത്തിലേക്ക് പറന്നിട്ട് എത്ര പ്രാവശ്യം ആ ചെറിയ മരച്ചില്ല താഴേക്ക് ഇടുമ്പോഴും അത് താഴേക്ക് വന്നു വീഴുന്നതിന് മുൻപ് തന്നെ ആ ആൺപക്ഷി തൻ്റെ ചുണ്ടുകൾ കൊണ്ട് കൊത്തിയെടുത്ത് അത് കൊണ്ടുവരണം. ആ പരീക്ഷയിൽ പാസ്സായെങ്കിൽ മാത്രമേ ആ പെൺപക്ഷി ആ ആൺപക്ഷിയെ തൻ്റെ ഇണയായിട്ട് സ്വീകരിക്കുകയുള്ളൂ. എന്തിനാണ് ഈ പരീക്ഷണം? ഞാൻ പറഞ്ഞു തരാം. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 11-ാമത്തെ വാക്യം. കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറകു വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. യഹോവ തനിയെ അവനെ നടത്തി. ശ്രദ്ധിക്കൂ, ആൺപക്ഷിയും പെൺപക്ഷിയും ചേർന്നാണ് അവരുടെ കൂടുണ്ടാക്കുന്നത്. അങ്ങനെ കൂടുണ്ടാക്കിയതിൻ്റെ ശേഷം പെൺപക്ഷി മുട്ടകളിടും. ആ മുട്ടകൾ വിരിഞ്ഞതിൻ്റെ ശേഷം കൊച്ചു പക്ഷിക്കുഞ്ഞുങ്ങൾ ആ മുട്ടയിൽ നിന്ന് വെളിയിലേക്ക് വരും. ആ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് അമ്മപ്പക്ഷി കൂട്ടിൽ തന്നെയിരിക്കും. ആൺപക്ഷി പുറത്തുപോയി ആഹാരം അന്വേഷിച്ചുകൊണ്ട് വരുന്നു. അതിൻ്റെ ശേഷം മാത്രമേ ഈ പെൺപക്ഷി കൂട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകൂ. കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഈ കഴുകൻ പുറത്തു പോവുകയില്ല. ഒന്നുകിൽ ആൺപക്ഷി കൂട്ടിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ പെൺപക്ഷി കൂട്ടിലുണ്ടായിരിക്കും. ഈ കുഞ്ഞുങ്ങളെ അനാഥരെ പോലെ വിട്ടിട്ട് ഈ കഴുകൻ പുറത്തേക്ക് പോവുകയില്ല. ഈ ദിവസം മുതൽ മക്കൾ നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ തന്നെ
അമ്മയുടെ സ്നേഹവും അപ്പൻ്റെ സ്നേഹവും അവർക്ക് പങ്കുവയ്ക്കുക. ദൈവസ്നേഹത്തെ പങ്കുവയ്ക്കണം. ആത്മീയതയിൽ ജീവിക്കുക, ആത്മീയത പങ്കുവയ്ക്കുക. അങ്ങനെ ഒരു ജീവിതം ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നവർ ദയവ് ചെയ്തിപ്പോൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, വളരെ വ്യക്തമായിട്ട് കഴുകനെക്കുറിച്ച് പറയുവാനിടയായല്ലോ. കർത്താവേ, ഒരു പക്ഷിയുടെ കഥയിൽ നിന്ന് ഇത്ര ശ്രേഷ്ഠകരമായൊരു സന്ദേശം നീ നൽകിയല്ലോ. അതിൽ കൂടി ഞങ്ങളുടെ കുടുംബജീവിതത്തിലെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ അശ്രദ്ധ എന്താണെന്നും എത്രത്തോളം നിന്നെ വിട്ട് അകന്നു ജീവിക്കുന്നുവെന്നും ഞങ്ങളോട് അറിയിച്ചല്ലോ. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഒരു മാതാവെന്ന നിലയിൽ, പിതാവെന്ന നിലയിൽ, ഒരു ഭർത്താവായി, ഭാര്യയായി ഞങ്ങൾ ഉത്തരവാദിത്തമില്ലാത്തവരായി ജീവിച്ചുകൊണ്ട് കുടുംബ ജീവിതത്തിൽ ശ്രദ്ധയില്ലാതെ ജീവിച്ചുവെങ്കിൽ ഞങ്ങളോട് നീ ക്ഷമിക്കുമാറാകണമേ. ദൈവമേ, ഇന്നു മുതലെങ്കിലും മക്കളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വഹിച്ചുകൊണ്ട് ദൈവത്തിൽ ഭയഭക്തിയുള്ളവരായി അവരെ വളർത്തി നിന്റെ സാന്നിധ്യത്തിൽ അനുസരണയോടെ അവരെ വളർത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ സാന്നിധ്യമുള്ള കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ശാന്തിയും ഉണ്ടായിരിക്കും. ഈയൊരു സാക്ഷ്യത്തോടുകൂടി ഞങ്ങൾക്കെല്ലാവർക്കും ജീവിക്കുവാനുള്ള കൃപ നൽകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.